വേണ്ടി മൗലാന പറഞ്ഞു. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നിരുന്നു. മാഷാഅല്ലാ, വളരെ ദൂരത്ത് നമ്മൾ യാത്ര ചെയ്ത് വന്നതാണ്. കുറച്ചുകൂടി മുമ്പോട്ടിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നിരുന്നോളൂ. ഓരോരുത്തർ അവരവരെ സ്ഥലം വിട്ട് ദയവ് ചെയ്തൊന്ന് എഴുന്നേറ്റ്. ഇവിടുന്ന് കാണുന്നുണ്ട് ദൂരെ ഇരിക്കുന്നത്. ദയവ് ചെയ്ത് എഴുന്നേറ്റ് വന്ന് പറയുന്നത് അനുസരിക്കുന്നത് നല്ലതാണ്. നമ്മൾ മുതിർന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ആളുകളെ അടുത്തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ. ചേർന്നിരിക്കുന്ന എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എഴുന്നേറ്റ് വന്നോളൂ. പറയുകയിരിക്കുന്ന എല്ലാവരും മുന്നോട്ട് വന്നിരിക്കും. സദസ്സിലേക്ക് വന്ന് ചേർന്നിരിക്കും. ഇനി അടുത്ത് വന്നില്ലല്ലോ എന്നാണ് മൗലാന പറയുന്നത്. അവരവരെ മുമ്പിലുള്ള സ്ഥലം മാത്രം ഓരോരുത്തരും പൂർത്തിയാക്കിയാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള സ്ഥലത്ത് നമ്മുടെ സഹോദരനെ എടുക്കുക. മാഷാ അല്ലാ, കുറച്ച് ചേർന്നിരുന്നോളൂ. മാഷാ അല്ലാ, ദൂരെയുള്ളവരൊക്കെ അടുത്തേക്ക് വന്നിരുന്നു. പിറകിൽ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നാണ് മൗലാന പറയുന്നത്. ഞാനും കാണുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് വന്നോളൂ. ബിസ്മില്ല ബിസ്മില്ല. മലയാളം അറിയുന്നവരാണല്ലോ എല്ലാവരും. അടുത്തേക്ക് വന്നിരുന്നോളൂ. മാഷാ അല്ലാ. गाड़ी लेट हो गई. दो गाड़ी आने वाली थी. दो गाड़ियां जो अक्सर साथी आने वाले हैं दोपहर को आने थी, तो देर हो गई गाड़ियां, इसलिए कुछ साथी बाकी. बिस्मिल्लाहिर्रहमानिर्रहीम. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना. मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु. व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व नशहदु अन्न सय्यिदना व नबिय्यना व मौलाना मुहम्मदन अब्दुहु व रसूलुहु सल्लल्लाहु तआला अलैहि व अला आलिहि व अस्हाबिहि व बारक व सल्लम तस्लीमन कसीरन कसीरा. अम्मा बाद फअऊज़ु बिल्लाहि मिनश शैतानिर रजीम. वला अहसनु क़ौलन मिम्मन दआ इलल्लाहि व अमिल सालिहन व क़ाल इन्ननी मिनल मुस्लिमीन. फ़क़ाल रसूलुल्लाह सल्लल्लाहु तआला अलैहि व अला आलिहि व अस्हाबिहि व बारक व सल्लम. इन्न मक़ाम अहदिकुम फ़ी सबीलिल्लाहि साअतन अफ़ज़लु मिन सलातिही फ़ी बैतिही 70 आमन. अला तुहिब्बून अन यग़फ़िरल्लाहु लकुम व युदख़िलकुमुल जन्नह. उग़्ज़ू फ़ी सबीलिल्लाह उग़्ज़ू फ़ी सबीलिल्लाह उग़्ज़ू फ़ी सबीलिल्लाह. औ कमा क़ाल रसूलुल्लाह. पहली बात तो यह है कि आप अल्लाह के लिए आए हैं और मरकज में आए हैं. तुम्हारा आए भी हो और लाए भी हो तो कोशिश ये करनी है कि तुम्हारा मजमा मस्जिद में रहने की कोशिश करें. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഇവിടെ അള്ളാഹുവിന് വേണ്ടി വന്നവരാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് മർക്കസിലേക്കാണ്. നിങ്ങൾ വരികയും ചെയ്തു. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഈ വന്ന മുഴുവൻ സഹോദരങ്ങളും, ഈ മജ്മ, നമ്മുടെ ഈ സദസ്സ്, അവർ വന്ന് ലക്ഷ്യം പൂർത്തീകരിക്കുന്ന നിലയിൽ ഇവിടെ അവരുടെ സമയങ്ങളെ ചെലവഴിക്കണം. दूसरी बात ये कहनी है
कि आप लोग बहुत दूर से आए हैं। केरला यहाँ नहीं, बहुत दूर है। 2 दिन 2.5 दिन रेल के पहुंचने में लगते हैं। 2 घंटे में 2.5 घंटे में हवाई जहाज आता है। तो बहुत दूर से आए हो और तुम्हारी बहुत बड़ी जिम्मेदारी है। अव्वल यह है कि हम मुसलमान हैं। अल्लाह ने हमें कलमा शरीफ की दौलत नसीब फरमाई है। मिल्लत अबीकुम इब्राहीम व सम्माकुमुल मुस्लिमीन। इब्राहिम अलैहिस्सलाम की मिल्लत हो और उन्होंने तुम्हारा नाम मुसलमान रखा है। तो जिम्मेदारी क्यों है कि दीन तुम्हारे इलाकों में पहले आया है। और आदम अलैहिस्सलाम भी तुम्हारे से करीब ही। आदम अलैहिस्सलाम तुम्हारे से करीब है। तो दीन तुम्हारे यहाँ पहले आया है। बाद साहबा के आसार वहां पर मौजूद है। कब्र भी मौजूद है, उनके आसार भी मौजूद हैं और उनकी नस्लें अब तक मौजूद हैं। നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാണ്. കേരളം എന്ന് പറയുമ്പോൾ അടുത്തല്ല, വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ട്രെയിനിൽ വരുന്നവർ 2 ദിവസം 2.5 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിമാനത്തിൽ വരുന്നവരും അതേപോലെ മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടാണ് അവരും ഇവിടെ വന്നു ചേരുന്നത്. വളരെ ദൂരെ നിന്ന് വന്നവരാണ്. എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്വവും അതേപോലെ വലുതാണ്. ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ കലിമയാകുന്ന സമ്പത്ത് നൽകപ്പെട്ടവരാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കേരളം നമ്മുടെ ഈ രാജ്യത്ത് ദീൻ ആദ്യമായിട്ട് എത്തിയ സ്ഥലമാണ്. ദീനിന്റെ തുടക്കം ഈ രാജ്യത്ത് നിങ്ങളുടെ പ്രദേശത്ത് നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമും നിങ്ങളുടെ അടുത്താണ്. ശ്രീലങ്ക, അവിടെയാണ് അദ്ദേഹം വന്ന് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ ആദം അലൈഹിസ്സലാമും നിങ്ങളുടെ അടുത്താണെന്ന് പറയും. खुदा के दुश्मनों ने तुम्हारे ऊपर बहुत मेहनत की है। हम गए हैं तुम्हारे केरला में, जिस शहर में जाओ तो आदम हज़रत मरियम की फोटो लगा हुआ है। शहर में बाद में दाखिल हो और मरियम को और ईसा अलैहिस्सलाम को यहाँ से लेकर वहां तक ये बताना कि भाई यहाँ की आबादी मुसलमान नहीं है, यहाँ तो गैर मुस्लिम है। तुम्हारी जुबान अरबी जुबान थी। इब्तिदा में जो तुम्हारी जुबान थी ये तामल नहीं थी, तुम्हारी तो अरबी जुबान थी, क्योंकि अरबों से तुम्हारे ताल्लुकात थे, अरबों में तुम्हारी शादियां हुई थी, तो उसकी वजह से अरबी जुबान थी। लिहाजा बहुत मेहनत की कि किसी तरह केरला जो है बेदीन हो जाए। बहुत मेहनत की। आदम अलैहिस्सलाम तुम्हारे से करीब है। ये तो बीच में श्रीलंका के बीच में और तुम्हारा केरला के बीच में एक बारिश का फासला है। हज़रत आदम अलैहिस्सलाम का कदम एक वहां होता था, एक इधर होता था। 30 गज का कदम था उनका, 30 गज का। तो एक कदम वहां उस कोने पर रखते थे और दूसरा कदम हिंदुस्तान में होता था। तो कहने का मतलब यह है कि तुम्हारे ऊपर बहुत जिम्मेदारी है। और माशाल्लाह तुम्हारी आदत एक जगह बैठने की भी नहीं है।
अगर तुम्हारे इलाकों में सही काम हो और तुम समझो कि हमारे ऊपर बहुत बड़ी जिम्मेदारी है, पहले तो अपनी जिम्मेदारी को समझना है. നിങ്ങളുടെ നാട്ടിൽ സഹാബാക്കൾ വന്നു, അവരുടെ ഖബറുകളും അവിടെയുണ്ട്, അവരുടെ ആസാറുകൾ, അവർ വന്നതിൻ്റെ അടയാളങ്ങളും അവിടെ ബാക്കി അവർ വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല അവരുടെ തലമുറകളും ഉണ്ടാവും, അവരുടെ തലമുറകൾ. പക്ഷെ ബാത്തിലിൻ്റെ ആളുകൾ നിങ്ങളുടെ മേലെ വലിയ പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നു, ഒരു പ്രദേശത്തെത്തി. കാണുന്നത് തന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പം മറിയം അലൈഹിസ്സലാമിൻ്റെതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വെക്കുന്ന ചിത്രങ്ങൾ, അതേപോലെ കുരിശിൻ്റെ അടയാളങ്ങൾ, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മുസ്ലിമീങ്ങളില്ലാത്ത നാടാണ്, ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എന്താ അർത്ഥം, വലിയൊരു പരിശ്രമം ബാത്തിലിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ നാടുകളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളുടെ മേലെ വലിയൊരു പരിശ്രമം ചെയ്യുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ വലിയ കഴിവുകളുള്ളവരാണ്, വളരെ അടുത്താണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ. അത് ആവർത്തിക്കുകയാണ്, ഈ ശ്രീലങ്കയിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതേ ശ്രീലങ്കയുടെ അതിർത്തിയിൽ നിന്ന് ഒരു ചുവട് വെക്കുമ്പോഴേക്ക് ഇന്ത്യയിലേക്ക്, നിങ്ങളുടെ പ്രദേശത്തേക്ക് എത്തി. ഒരു ചാണടുത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചുവടടുത്തായിരുന്നു അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ധാരാളം കഴിവുകളുള്ളവരാണ്, വിദേശ യാത്രകൾ ചെയ്യുന്നവരാണ്. അതുമാത്രമല്ല നിങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് സലാഹിയത്തുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്ത് മുഴുവനും വലിയ പ്രയോജനങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ ഉത്തരവാദിത്തത്തിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എത്ര വലിയൊരു ഭാരമുള്ള ചുമതലയാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദീനിന്റെ പേരിൽ, അതിനെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. दीन से पहले वैसे भी अरबों की आवत तुम्हारी तरफ थी. अभी इस्लाम नहीं आता, लेकिन आमद थी. बार बार समंदर के रास्ते उड़ल जाते थे और उन्होंने शादी भी मांगी, उनसे नसीबी हुई. उसके बाद फिर साहबा आए और साहबा ने आकर फिर दीन की मेहनत की. और श्रीलंका जो सुल्तान था वो भी वहां गया था उनके पास, लेकिन वो कृषि रास्ते में खराब हो गई. तो मेरा कहने का मतलब यह है कि तुम्हारे ऊपर दीन का और दीन की काम की जिम्मेदारी बहुत है और कोई जिम्मेदारी नहीं. ദീനിന് തുടക്കം നിങ്ങളുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അറബികൾക്ക് നിങ്ങളുടെ നാടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കച്ചവടത്തിന്റെ കാര്യങ്ങൾക്ക് അവർ വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ അറബി ഭാഷയുമായിട്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, അറബി സംസാരിക്കുന്നവർ. അതേപോലെ അവരുടെ വിവാഹങ്ങൾ അവിടെ നടന്നിരുന്നു. അറബികളുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് പിന്നെ സഹാബാക്കൾ അവിടെ വരുന്നത്. അവർ വന്നപ്പോൾ ആ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അറബി ഭാഷയുമായിട്ട്, ദീനുമായിട്ട്, ദീനിന്റെ കാര്യങ്ങളുമായിട്ട് ആദ്യകാലം മുതൽ തന്നെ വലിയൊരു ബന്ധം, അറബി ഭാഷ, അതേപോലെ അറബികൾ, അവരുമായിട്ടുള്ള ബന്ധം. പിന്നെ സഹാബാക്കൾ വന്നപ്പോൾ ആ ബന്ധം ദീനിന്റെ ഒരു ബന്ധമായിട്ട് അത് മാറുകയുണ്ടായി. അങ്ങനെ വലിയൊരു നന്മ നിറഞ്ഞ നാടാണ് നിങ്ങളുടെ നാട് ആദ്യകാലം മുതൽ തന്നെ. അത് മാത്രമല്ല നിങ്ങളുടെ രാജാവ് തന്നെ മുസ്ലിമായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഇസ്ലാമിന്റെ തുടക്കം ഈ രാജ്യത്തുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു ഉത്തരവാദിത്തം തുടക്കം മുതലേ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ദീനിന്റെ ഉത്തരവാദിത്തം അതിനെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തം ഇത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇത് തന്നെയാണ്, ഇത് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. तो तुम्हारे ऊपर दीन की जिम्मेदारी ज्यादा है, क्योंकि तुम्हारा पास दीन पहले आया है और हुजूर सल्लल्लाहु अलैहि वसल्लम की अमानत तुम्हारे पास पहले पहुंची है और साहबा भी तुम्हारे यहाँ आए हैं. आज भी दोनों में आए, लेकिन पहले उधर आए. और तुमने तो साहबा ने मेहनत की, वहां इस्लाम आ गया. जुबान भी उन्हीं की आई. पहले केरला में जो जुबान थी वो अरबी जुबान थी, फिर वो बदलते वो दूसरी हो गई. तहरीर भी अरबी तहरीर भी अरबी जुबान में थी. यूं थे जैसे
अब यूं लिखते हैं, तो तहरीर भी अरबी जुबान में थी। तो खूबियत तुम्हारी बहुत हैं। मौलाना यूसुफ साहब रहमतुल्लाह अलैह जब केरला में तशरीफ ले गए और देखा भाई जिस बस्ती में जाओ तो पहले मरियम की तस्वीर याद है ईसा अलैहिस्सलाम को, तो दिल में बहुत चोट लगी। तो खुलासा यह है कि तुम पर दीन की जिम्मेदारी ज्यादा है और माशाअल्लाह खूबी में तुम्हारे अंदर है। अब देखो दुनिया में तुम फैले हुए हो, केरला के लोग खाली केरला में नहीं, भाई मक्के में भी हैं और वहां उनके होटल भी हैं और वहां उनके अपने कारोबार भी हैं। लंदन में जाओ तो वहां भी केरला वाले हैं और अमेरिका में जाओ तो वहां भी केरला वाले हैं। अरबों के हर इलाके में केरला वाले हैं। तो सोचो अगर केरला में काम होगा तो सारी दुनिया में काम हो जाएगा। ആദ്യം ദീൻ എത്തിയത് നിങ്ങളുടെ നാട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനത്ത് ആദ്യം ഏൽപ്പിക്കപ്പെട്ടത് നിങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാർക്കാണ്. സഹാബാക്കൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വന്നതും നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളുടെ ഭാഷ എഴുതപ്പെട്ടിരുന്നത് തന്നെ അറബിയിലായിരുന്നു, നിങ്ങളുടെ സ്വന്തം ഭാഷ. ഇന്ന് നിങ്ങൾ എഴുതുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, അന്ന് എഴുതപ്പെട്ടിരുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ്. അറബി മലയാളം ലിപി ഉണ്ടായിരുന്നു, അങ്ങനെയാണ് മലയാളം തന്നെ വായിക്കപ്പെട്ടിരുന്നത്. അപ്പൊ അറബി ഭാഷയുമായിട്ട് അങ്ങനെ ഒരു വലിയ ബന്ധം അന്നത്തെ കാലം മുതൽ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേരിൽ വലിയൊരു ഉത്തരവാദിത്വം ഈ രാജ്യത്ത് നിങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ധാരാളം ഗുണവിശേഷങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഉണ്ടാവും. മക്കത്ത് പോയാലും നിങ്ങൾ അവിടെ ഉണ്ടാവും. മക്കത്ത് മലയാളികൾക്ക് ഹോട്ടലുണ്ട്, കച്ചവടങ്ങളുണ്ട്. ലണ്ടനിലുണ്ട് മലയാളികൾ. അമേരിക്കയിൽ പോയാലോ അവിടെയും നിങ്ങൾ ആൾക്കാരുണ്ടാവും. ലോകം മുഴുവൻ നിങ്ങൾ പരന്നു കിടക്കുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു ജനതയാണ്. നിങ്ങൾ ദീന്റെ പരിശ്രമം ഹയാത്തായി കഴിഞ്ഞാൽ നിങ്ങളിലൂടെ ലോകത്ത് മുഴുവനും എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹുവിന്റെ ദീന്റെ പരിശ്രമം ഹയാത്താകാൻ അത് കാരണമായി തീരും. तो दीन का काम अमानत के तौर पर तुम्हारे पास है और दीन के लिए खूब जिन सिफात की जरूरत है माशाअल्लाह वो भी तुम्हारे अंदर है और दीन के लिए कुर्बानी देने का जज्बा वो भी तुम्हारे अंदर है, क्योंकि तुम दूसरे एतबार से साहबा की औलाद हो। आदम अलैहिस्सलाम तुम्हारे करीब, सबके अब्बा। जानो श्रीलंका में पारिवारिक आदम अलैहिस्सलाम के निशान मौजूद हैं। तो दीन की अमानत तुम्हारे पास पहले आई है, तो लिहाजा रसूल की जो अमानत तुम्हारे पास है वो तुम्हारी नहीं है, उसको दुनिया में फैलाना तुम्हारा काम है। യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ വേദന ഉണ്ടായി. മറിയം റളിയല്ലാഹു അൻഹയുടെ ചിത്രങ്ങൾ, ഈസാ നബിയുടെ ചിത്രങ്ങൾ പോകുന്ന വഴികളിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇതൊക്കെ. വാസ്തവത്തിൽ നിങ്ങൾ വലിയ പ്രത്യേകതയുള്ളവരാണ് താനും. നിങ്ങൾക്ക് ആദ്യമായിട്ട് അല്ലാഹു തആല ദീൻ നൽകി. അതുമാത്രമല്ല, ദീനിന്റെ പരിശ്രമത്തിന്റെ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി. അതേപോലെ സഹാബാക്കളുടെ തലമുറകൾ നിങ്ങളിൽ ഉണ്ടാവും. ആദം നബി അലൈഹിസ്സലാം, എല്ലാവരുടെയും പിതാവ് ആദം നബി അലൈഹിസ്സലാം നിങ്ങളുടെ തൊട്ടടുത്താണ്. ശ്രീലങ്കയിൽ അദ്ദേഹത്തിന്റെ അവിടെ ഇറക്കപ്പെട്ടതിന്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ ബാക്കിയുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ. അപ്പൊ എല്ലാ നിലയിലും നിങ്ങൾ വലിയ ഗുണങ്ങൾ നൽകപ്പെട്ടവരാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഉത്തരവാദിത്തം അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അതിനെ നമ്മൾ അതേപോലെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് അതിനെ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി സ്വയം തയ്യാറാവുകയും ചെയ്യണം. एक रिवायत में यह है
यूसिकुम अंतदालिकुम तदाला किला कर सकती है। करीब है कि तुम पर इंसान तुम पर टूट पड़ेंगे और कहेंगे आओ भाई खाओ, आओ खाने की जगह, खाने की जगह। तो साहबा को बहुत ताज्जुब हुआ, ये कैसे हो जाएगा कि दुश्मन हम पर गालिब हो। हम तो दुश्मन पर अल्लाह ने हमको गालिब किया है और ऐसा वक्त आ जाएगा कि दुनिया की कौमें कहेंगी चलो भाई खाने की जगह, चलो चलो भाई। कालू उनकी लतीन या रसूल अल्लाह, क्या हम थोड़े होंगे? साहबा ने अर्ज किया कि हजरत हम कब थोड़े होंगे उस वक्त? हम तो बड़ा में 313 थे और तो हम गालिब आ गए, और जो में गालिब आए, तो खंदक में गालिब आए, यहाँ तक कि जहां से निकले तो वहां पे हम गालिब आ गए। तो ताजुब कर अब उनकी लती नहीं है रसूल अल्लाह, क्या हम थोड़े होंगे? फरमाया नहीं, तुम बहुत हो गए, बहुत हो गए, तुम बहुत हो गए। लेकिन 2 बीमारी आ जाएंगी तुम्हारे अंदर। നേരത്തെ മൗലാന പറയുകയുണ്ടായി, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ സമുദായത്തിൽപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന് നിങ്ങൾക്ക് പേര് വെക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയിൽ ദീനിന്റെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഭക്ഷണത്തളിയിലേക്ക് വിശന്ന ആളുകൾ അവര് അടുക്കുന്നത് പോലെ മറ്റ് സമൂഹങ്ങൾ നിങ്ങളെ പിച്ചി ചീന്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളയുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ സഹാബാക്കൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരന്ന് വിജയത്തിന്റെ ഒരു അവസ്ഥയിലാണ്. ഇതെങ്ങനെ സംഭവിക്കും? മുസ്ലിമീങ്ങളെ മറ്റുള്ളവർ കീഴ്പ്പെടുത്തുന്ന ആ നിലയിലൊരു അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ഞങ്ങള് എണ്ണത്തിൽ കുറവായിരിക്കുമോ എന്ന് അവർ ചോദിക്കുകയുണ്ടായി. അതിന് മറുപടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്ന് നിങ്ങൾ കൂടുതലായിരിക്കും, എണ്ണത്തിൽ കുറവല്ല, മറിച്ച് നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. तो सावन के नाम से क्या हम थोड़े होंगे? फरमाया नहीं, बोले अंतुम कसीर, तुम बहुत हो गए। लेकिन 2 बीमारी आ जाएंगी, हुब्बु दुनिया व कराहियतुल मौत, औरतों की मोहब्बत, चीजों की मोहब्बत, घरों में बैठने की मोहब्बत, दुनिया कमाने की मोहब्बत। और बोलने के ये मतलब नहीं भाई औरतों की मोहब्बत वो दुनिया है, बच्चों की मोहब्बत वो दुनिया है। मोहब्बत तो सिर्फ अल्लाह की होनी है, मोहब्बत तो सिर्फ अल्लाह की होनी है। पैसों के लिए घर बैठना, औरतों की वजह से घर बैठना, धंधों की वजह से घर बैठना, कारोबार की वजह से घर बैठना, वह कराहियतुल मौत और मौत का खौफ। तो मैंने इस रिवायत को बताने का मतलब यह है कि हम तो फिरने के लिए आए थे। कुंतुम खैरा उम्मतिन उखरिजत लिन्नास, तुम सबसे ऊंचे हो। फरमाया तुम सबसे ऊंचे हो। फरमाया उखरिजत लिन्नास, तुम अपने लिए नहीं, हम तुमको तुम्हारे लिए नहीं लाए, हमने तमाम आलम के इंसानों की हिदायत के तुमको लाए हैं। നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കേണ്ട റിവായത്തിന്റെ തുടർച്ചയാണ്, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർലി ബൽ അൻതും കസീറൂൻ, അല്ല, നിങ്ങളന്ന് ധാരാളം ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് 2 രോഗങ്ങൾ, 2 ബലഹീനതകൾ നിങ്ങളെ ബാധിച്ചിരിക്കും.
ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തിന് നിങ്ങൾ വെറുക്കുന്നവരാണ്. സ്ത്രീകളോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം, അധികാരത്തിനോടുള്ള സ്നേഹം. മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോട് തന്നെ ആയിരിക്കണം. ഭാര്യമാരെക്കാളും സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും മനുഷ്യൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതല്ലാതെ മനുഷ്യന്റെ ഭാര്യയോടുള്ള സ്നേഹം, വളർത്തു മൃഗങ്ങളോടുള്ള, കൃഷിസ്ഥലങ്ങളോടുള്ള സ്നേഹം, കച്ചവടത്തോടുള്ള സ്നേഹം, സമ്പത്തിന്റെ സ്നേഹം അവനെ വീട്ടിൽ പിടിച്ചിരുത്തി കളയരുത്. മറിച്ച് അള്ളാഹുവിന്റെ സ്നേഹം അവനെ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തെ കാര്യം, മരണത്തെ വെറുക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ഈ രണ്ട് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, എത്ര കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ നിലയിൽ നമ്മുടെ അവസ്ഥ അപകടകരമായി തീരും. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല നമ്മൾ അറിയിക്കുകയുണ്ടായി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ സമുദായമാണ്. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എല്ലാ സമുദായങ്ങളെക്കാളും. ആ ഉന്നതി നിങ്ങൾക്കുണ്ട്, ഈ സമുദായത്തിന്റെ ആ ഉന്നതി നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടവരല്ല. ഉഖ്രിജത് ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ അയക്കപ്പെട്ടവരാണ്, പുറപ്പെടുവിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ല, മുഴുവൻ മനുഷ്യരുടെ ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. दुनिया की मोहब्बत हो जाए, और दुनिया की मोहब्बत क्या कि ये दुनिया आज खुदा गाफिल शुदन, ये दुनिया आज खुदा गाफिल शुदन। मैं दुनिया क्या है, खुदा की मोहब्बत से गाफिल होना। पैसा हो या औरत हो, ये मकान हो या चीजें हों, ये दुनिया क्या है? रिवायत में आता है, अगर दुनिया की कीमत अल्लाह के नजदीक एक मच्छर के पर के बराबर भी होती तो किसी बेईमान को एक घूंट पानी का भी नहीं देते। मच्छर कितने छोटा है? अरे भाई मच्छर की तरह ये सारी दुनिया डर रही। सर इसकी दुनिया की कीमत, सारी दुनिया, सातों जमीन, सातों आसमान और जो जितने मखलूक, फरमाया अगर इसकी हैसियत मच्छर के पर के बराबर होती, अगर मच्छर का पर कितना बड़ा हो। ईमान वालों को समझा कि दुनिया बेकीमत है। फरमाया अगर इसकी मच्छर के पर की कीमत के बराबर होती तो किसी बेईमान को एक घूंट पानी का नहीं मिलती। फरमाया कि तुम अपने लिए नहीं, हम तुमको इंसानों की खिदमत के लिए लाए हैं। तुम आए नहीं हो, तुम आए नहीं, हम लाए हैं। इखराज के मन लाने के हैं और खुरूज के मन आने के हैं। तो इनका आलम के इंसानों की खिदमत के लिए लाए हैं। किसके लिए लाए? सारे आलम के इंसानों की खिदमत के लिए। काम क्या करना? ऐसी मेहनत करो, ऐसी मेहनत करो कि दुनिया के अंदर भलाई पैदा हो जाए। ശപിക്കപ്പെടുന്ന അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ട ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ്? പാർസിയിൽ ഒരു ചൊല്ലുണ്ട്. അതിന്റെ ആശയം എന്താണോ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ഗഫലത്തിലാക്കി കളയുന്നത്, അകറ്റിക്കളയുന്നത്, മറവിലാക്കി കളയുന്നത്, അതാണ് നിങ്ങളുടെ ദുനിയാവ്. അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമാക്കി കളയുന്ന നമ്മളുടെ ഭാര്യ, മക്കൾ, സമ്പത്ത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നഷ്ടം വരുത്തുന്ന നമ്മളുടെ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. ദുനിയാവിന്റെ വിലയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകോളമെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തആല അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം പോലും നൽകുമായിരുന്നില്ല. ഈ 7 ആകാശം, 7 ഭൂമികൾ,
അതിനിടയിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അതെല്ലാം ചേർന്നിട്ടാണ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല എന്ന് പറയാൻ. ഒരു കൊതുക് എത്ര ചെറുതാണ്, അതിന്റെ ചിറക് എത്ര ചെറുതാണ്. ഈ ദുനിയാവ് എത്ര ചെറുതായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ, എത്ര വിലയില്ലാത്തതായിരിക്കും, എത്ര നിസ്സാരമായിരിക്കും. അപ്പൊ ദുനിയാവ് ഇത്രയും നിസ്സാരമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ആ ദുനിയാവിന് വേണ്ടി നമ്മളെ അയക്കപ്പെട്ടവരല്ല. ദുനിയാവ് നമ്മളെ അശ്രദ്ധയിലാക്കരുത്, മറിച്ച് അള്ളാഹുവിനാൽ നമ്മൾ അയക്കപ്പെട്ടവരും പുറപ്പെടുവിക്കപ്പെട്ടവരുമാണ്. നമ്മൾ സ്വയം വന്നവരല്ല, അള്ളാഹു നമ്മൾ അയച്ചിരിക്കാൻ. ഉഖ്രിജത്തുൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടവർ, അയക്കപ്പെട്ടവർ. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? അയക്കപ്പെട്ടിരുന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം ലോകത്ത് നന്മ ഉണ്ടാക്കലാണ്. നന്മയെ ലോകത്തുണ്ടാക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി അല്ലാഹുത്തആല നമ്മളെ, ഈ ഉമ്മത്തിനെ അല്ലാഹുത്തആല മനുഷ്യരിലേക്ക് അയച്ചിരിക്കുകയാണ്. क्या मतलब हुआ कि तुम अपने लिए नहीं, हम समझ रहे हैं अपने बच्चों के लिए हैं और अपने घर वाले के लिए हैं और पैसे कमाने के लिए हैं? नहीं, तुम तो आलम के इंसानों के लिए आए हो। क्यों कि इंसानों में ऐसे मेहनत करो कि सारा इंसानों के अंदर भलाई पैदा होते हैं. ഇതിനൊരു അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് വേണ്ടിയുള്ളവരല്ല, മക്കൾക്ക് വേണ്ടിയുള്ളവരല്ല, കച്ചവടത്തിന് വേണ്ടിയുള്ളവരല്ല, മറിച്ച് നിങ്ങൾ മുഴുവൻ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ളവരാണ്. മുഴുവൻ ലോകത്തിലെ മനുഷ്യർക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. जब भलाइयाँ जिंदा हो जाएंगी तो बुराइयाँ खत्म हो जाएंगी. നന്മയുടെ ദഅവത്ത് നമ്മൾ ചെയ്താൽ തിന്മകൾ ഇല്ലാതായി പോകും. कुरान में इन्ना सलात तन्हा अनिल फहशाई वल मुनकर, कि नमाज बुराइयों और बेहयाई से रोकती है. ഖുർആനിൽ അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം അത് മോശമായ നീചമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. मतलब ये वतुमिनून बिल्लाह, हमने अपने बड़ों से सुना है कि ईमान बिल्लाह को आखिर में क्यों कहा. फरमाया ईमान बिल्लाह में तो सारे अम्बिया शहीद हैं, जितने अम्बिया हैं और उनकी जितनी ईमान वाली उम्मतें हैं और इसमें शरीक हैं. लेकिन खुरूज के अंदर तुम खास हो, तुम्हारे ऊपर ये जिम्मेदारी है क्या कि तुम अल्लाह के रास्ते में निकलो और ऐसी मेहनत करो निकल कर कि सारे आलम में भलाई जिंदा हो. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ഈ സമുദായം നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അതോടൊപ്പം അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അല്ലാഹു തആല നമ്മളെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുതിർന്നവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈമാനാണ് ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ ഇവിടെ ഈമാനിനെ അവസാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം എന്താണ്? ഈമാൻ എല്ലാ നബിമാരുടെയും അവരുടെ ദഅവത്തിന്റെ ഒരു ഭാഗമാണ് ഈമാൻ. എന്നാൽ ഈ ഉമ്മത്തിന് അതോടൊപ്പം ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് അതിനെ മുന്തിച്ചു പറഞ്ഞിരിക്കുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവരാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നമ്മളുടെ ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകുന്നതിന് പകരം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ പുറപ്പെടണം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ യാത്ര ചെയ്യണം. എന്നിട്ട് ഈ ദീനിനെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഉയർന്ന പരിശ്രമം അത് നമ്മൾ ചെയ്യുന്നവരായി മാറണം. നല്ലോണം മീനും കഴിച്ചോളി, പക്ഷെ അതിന്റെ കൂടെ പ്രവർത്തനം ചെയ്യണം എന്ന് പറയുന്നത്. മീൻ കഴിച്ചോളിയും പക്ഷെ കൂടുതൽ ദീന്റെ പരിശ്രമം ചെയ്യണം. മീൻ കഴിച്ചോളിയും പരിശ്രമം ചെയ്തോളും. ईमान बिल्लाह में तो और भी उम्मतें शरीक हैं, लेकिन तुम्हारी खसूसियत यह है कि तुम इंसानों के अंदर फिरने के गए हो.
പറഞ്ഞതിന്റെ അർത്ഥം ഈമാൻ എന്ന് പറയുന്നത് അത് മുഴുവൻ ഉമ്മത്തികളുടെയും, മുൻപ് കഴിഞ്ഞുപോയ എല്ലാ ഈമാൻ ഉമ്മത്തികളുടെയും ഒരു അടിസ്ഥാനപരമായ ഒരു ഗുണം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അതിനോടൊപ്പം. ആ പ്രത്യേകത എന്താണ്? നിങ്ങൾ മുഴുവനും മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെട്ട നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ട ഒരു സമുദായമാണ്. या अय्युहल्लज़ीन आमनू मा लकुम इज़ा क़ील लकुम उन्फ़िरू फ़ी सबीलिल्लाहि साक़लतुमुल अर्ज़। ऐ ईमान वालों, क्या हो गया कि जब तुमसे कहा था कि निकलो अल्लाह के रास्ते में, निकलो अल्लाह के काम करिए, तो तुम जमीन बैठ अज़ी तुमने दुनिया में ला के, क्या दुनिया के मुकाबले में आखिर की जिंदगी छोड़ने पर राजी हो? मा मताउल हयातिद दुनिया फिल आखिरति इल्ला क़लील। दुनिया की हैसियत तो अल्लाह के नजदीक आखिरत के मुकाबले कुछ है ही नहीं. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും മിനൽ അർദ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പുറപ്പെടുക എന്ന് നിങ്ങൾ പറയപ്പെടുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് അള്ളിപ്പിടിച്ചിരുന്ന് കളയുന്നു. ദുനിയാവിന്റെ ജീവിതത്തിന് ആഖിറത്തിന്റെ ജീവിതത്തിന് പകരം നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആഖിറത്തിന്റെ ജീവിതം, ദുനിയാവിന്റെ ജീവിതം അത് ആഖിറത്തിന്റെ ജീവിതത്തെ അപേക്ഷിച്ച് അത് അല്പമല്ലാതെ ഒന്നുമല്ല, അല്പം മാത്രമേ ഉള്ളൂ. इल्ला तनफिरू युअज़्ज़िबकुम अज़ाबन अलीमा। अगर तुम नहीं निकलोगे तुमको सख्त सजा देंगे. इल्ला तनफिरू युअज़्ज़िबकुम अज़ाबन अलीमा. അഥവാ നിങ്ങൾ പുറപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ശക്തമായ കഠിനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ്. तुम नहीं करोगे हम दूसरों को लाएंगे. മറ്റൊരു സമൂഹത്തിനെ നിങ്ങൾക്ക് പകരം നാം പകരമായി കൊണ്ടുവരികയും ചെയ്യും. कहां से शुरू किया कि जब तुमसे कहा जाए वही नहीं करो, तुम जमीन बैठ जा, आखिर के मुकाबले में दुनिया की जिंदगी में राजी हो गए. दुनिया फिर आखिरत इल्ला क़लील. दुनिया की जिंदगी तो आखिर में बहुत थोड़ी सी है, 50 की है, 60 की है, 70 की है या 100 की है, लेकिन आखिर की जिंदगी तो बहुत बड़ी है, वो तो खत्म ही होगी. फिर फरमा इल्ला तनफिरू युअज़्ज़िबकुम अज़ाबन. अगर तुम नहीं निकलोगे हम तुमको सख्त सजा दे दें. और सबसे सजा क्या है कि दीन से महरूम हो जाएगी, अमल कमजोर हो जाएंगे, नमाज छूट जाएगी, ये हो जाएगा. तुम नहीं करोगे, तुम नहीं और सही, और नहीं और सही. तुम नहीं करोगे. शेख अब्दुल फत्ताह अब होता है मुल्क शाम से तकरीर कर रहे थे कि देखो ये काम अरबों को मिला. जब अरब कमजोर हो गए तो तुर्कों को चला गया. जब तुमको कमजोर हो गए खत्म. फिर वहां से घूमकर तुम्हारे पास आया है. अगर तुम नहीं करोगे खुदा जाने भी कहां जाएगा. ഈ ആയത്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സത്യവിശ്വാസികളായി നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടണമെന്ന് നിങ്ങളോട് പറയപ്പെടുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് അള്ളിപ്പിടിച്ചിരുന്ന് കളയുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ ആഖിറത്തിന് പകരമായിട്ട് എന്ന് ചോദിക്കാൻ. എന്നിട്ട് പറയുന്നത് ദുനിയാവിന്റെ ജീവിതം ആഖിറത്തിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്, നിസ്സാരമാണ്. ദുനിയാവിന്റെ ജീവിതം എന്താണ്? 50 വർഷം, 60 വർഷം, 70 വർഷം, അല്ലെങ്കിൽ ഒരു 100 വർഷം അവസാനിച്ചു പോകും. എന്നാൽ ആഖിറത്തിന്റെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത കാലാകാലത്തേക്കുള്ള ജീവിതമാണ്. ആ ജീവിതത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ചെറിയ ജീവിതത്തോട് നിങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ? എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? അഥവാ നിങ്ങൾ പുറപ്പെട്ടില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളിൽ, മാർഗങ്ങളിൽ നിങ്ങൾ പുറപ്പെട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ നൽകും. ആ കഠിനമായ ശിക്ഷയുടെ ഒരു ഭാഗം എന്താണ്? നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും മറ്റുള്ളവരെ പകരമായി നിങ്ങൾക്ക് പകരം അല്ലാഹു തആല മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ മേലെയുള്ള ഒരു വലിയ ശിക്ഷയാണ്. സ്വന്തം തന്നെ ദീനിൽ നിന്ന് അമലുകൾ ബലഹീനമായി, നമസ്കാരങ്ങൾ ബലഹീനമായി, ഇങ്ങനെ ദീനിൽ നിന്ന് സ്വയം അകലുന്നതോടൊപ്പം അല്ലാഹു തആല നിങ്ങൾക്ക് പകരം
മറ്റൊരു സമൂഹത്തിനെ കൊണ്ടുവരും. ഇതൊരു വലിയ ശിക്ഷയാണ്. നഹി തോ ഓർ സഹി ഓർ നഹി തോ ഓർ സഹി. ഉറുദുവിൽ പറയാറുണ്ട്, നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മറ്റുള്ളവർ തയ്യാറല്ലെങ്കിൽ അതിനുശേഷം മറ്റുള്ളവർ. ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് അബ്ദുൽ ഖുദ്ദ അദ്ദേഹം പറയാറുണ്ട്, ഞങ്ങൾ അറബികൾക്കാണ് ഇത് ആദ്യം നൽകപ്പെട്ടത്. ഞങ്ങളതിൽ ബലഹീനരായപ്പം മറ്റുള്ളവർക്ക് നൽകപ്പെട്ടു. അവർ ബലഹീനരായപ്പോൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു. ഇനി നിങ്ങൾ ബലഹീന കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് നൽകപ്പെടും. तो फरमाओ इल्ला तंसुरूहु फक़द नसरहुल्लाह, अगर तुम नहीं दीन का काम नहीं करोगे तो अल्लाह तो अपने दीन का काम कर चुका है. लक़ज़हु लज़ीन कफ़रू, जबकि हमारे नबी को लोगों ने निकाल दिया. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറകുമുല്ലാഹ്. അല്ലാഹു തആല പറയാണ്, അഥവാ നിങ്ങൾ സഹായിച്ചില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾ കൊണ്ട് ദീൻ നിങ്ങൾ സഹായിച്ചില്ല എങ്കിൽ അള്ളാഹു ഇതിനു മുമ്പ് തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഫാറുകൾ മക്കയിൽ നിന്ന് പുറത്താക്കിയ സംഭവവും അതിന്റെ പിന്നിൽ അള്ളാഹു നൽകിയ സഹായത്തെക്കുറിച്ചും അള്ളാഹു തആല വിവരിക്കാൻ. സാനിയ സ്നൈൻ ഇസ്മാ ഫിൽ ഖാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. अबू बकर हैं और हुजूर सल्लल्लाहु अलैहि वसल्लम दो हैं. अब हम मुस्लिम ढूंढते फिरे और ऐलान होगा कि जो मोहम्मद सल्लल्लाहु अलैहि वसल्लम को जिंदा या मोटा पकड़ के लाएगा तो 100 ऊँट मिलेंगे चारों तरफ. और अरब जो है निशानात कदम को तलाश करने में माहिर हैं. जब उस हिजरत के लिए निकल गए तो ढूंढते ढूंढते पहुंच गए. खुलासा ये है, इज़ यक़ूलु लिसाहिबिही ला तहज़न इन्नल्लाह मअना फ़अंज़लल्लाहु सकीनतहु अलैहि वअय्यदहु बिजुनूदिन लम तरूहा. तो खुलासा ये है कि भाई देखो, हमारे पे बहुत जिम्मेदारी है. हुजूर सल्लल्लाहु अलैहि वसल्लम से हमारी मोहब्बत है, तो जैसे हुजूर से मोहब्बत है उनके काम से भी मोहब्बत है. काम करते 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 कुछ नहीं दिया. कहा गया था कि आप चाहें तो मक्के के पहाड़ों को सोने चांदी के बढ़ाते, मुझे नहीं चाहिए. मैं तो चाहता हूँ कि एक दिन भूखा रहूँ तो अल्लाह से मांगूं और एक दिन मैं खाना खाऊं तो अल्लाह का शुक्र अदा करूं. फिर कहा इन फिरो हिफाफों से काला, निकलो जो साल में हो. तो बैठना हमारी जिंदगी नहीं है. हम तो दुश्मनों के साथ रहते रहते समझ लगे हम दुनिया के कमाने के लिए आए हैं और दुनिया की तो हैसियत ही नहीं. हम समझते हैं कि लोगों का हम पर, इंसानों का हम पर एहसान है, मशरिक़ और मगरिब वालों का हम पर किसी का एहसान नहीं, बल्कि हमारा सारे आलम पर एहसान है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കീങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജ്റത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോടൊപ്പം ഗാർ സൗറിൽ അവിടെ ഇരിക്കുകയും ചെയ്ത ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ അറിയിക്കുന്നുണ്ട്. സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും അവര് ഗുഹയിലായിരുന്നു. അല്ലാഹു തആല പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കണ്ട, നിശ്ചയം അള്ളാഹു നമ്മുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്. അള്ളാഹു തങ്ങളുടെ കൂടെയുണ്ട്, അള്ളാഹു തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ കൊണ്ട് അവരെ സഹായിച്ചു. അള്ളാഹു അവരെ തന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തി. മക്കയിലെ മുശ്രിക്കുകൾ, അറബികൾ, അവര് കാലടയാളങ്ങൾ നോക്കി മൃഗങ്ങളോ മറ്റോ കടന്നുപോയ വഴികൾ തേടിപ്പിടിക്കുന്നതിൽ വളരെ വിദഗ്ധരായിരുന്നു അവർ.
അങ്ങനെ അവര് അന്വേഷിച്ച് തേടി പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ ഗുഹാമുഖം വരെ അവർ എത്തുകയുണ്ടായി. പക്ഷെ അവരവിടെ എത്തിച്ചേർന്നെങ്കിലും അള്ളാഹു തആല തന്റെ പ്രവാചകനെ, ആ പ്രവാചകന്റെ കൂട്ടുകാരനെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് സഹായിക്കുകയുണ്ടായി, സംരക്ഷിക്കുകയുണ്ടായി. ഈ നിലയിൽ നിങ്ങൾ കൈവിട്ട് കളിഞ്ഞാലും അള്ളാഹുവിന്റെ സഹായത്തിന് തങ്ങൾക്ക് കൈവിടുകയില്ല. അള്ളാഹുവിന്റെ സഹായം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ആ നിലയിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇൻഫിറു ഖിഫാഫൻ വസിഖാല, നിങ്ങൾ പുറപ്പെടുക. നിങ്ങൾക്ക് ഭാരമായിരുന്നാലും ശരി, എളുപ്പമായിരുന്നാലും ശരി, ഭാരമായിരുന്നാലും ശരി, ലഘുവായിരുന്നാലും ശരി, നിങ്ങൾക്ക് ഭാരമായിരുന്നാലും ശരി, എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പുറപ്പെടുക. നമ്മൾ ഇരുന്ന് കളയേണ്ട ആൾക്കാരല്ല. ഇന്ന് അവിശ്വാസികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതിന്റെ പേരിൽ നമ്മളും വിചാരിക്കുന്നത് നമ്മുടെ ജോലി എന്താണ്? സമ്പാദിക്കുക, കച്ചവടം ചെയ്യുക, ഏർപ്പാടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളുടെ ജോലി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ ഇതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് കളയേണ്ട ആൾക്കാരല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. ഇന്ന് നമ്മൾക്കൊരു തെറ്റിദ്ധാരണയാണ്. പാശ്ചാത്യരായ അല്ലെങ്കിൽ പൗരസ്ഥരായ ആളുകൾ, അവരോട് നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട്, അവർ നമുക്ക് വലിയ ഉപകാരങ്ങൾ ചെയ്തവരാണ്, നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നമ്മളിൽ നിന്നാണ് അവർക്ക് ഉപകാരം പോകുന്നത്. എങ്ങനെയാണ് ഉപകാരം പോകുന്നത്? ദീനിന്റെ ഈ വലിയ ഉപകാരം നമ്മളിൽ നിന്ന് അവരിലേക്കാണ്. അവരാണ് നന്ദി കാണിക്കേണ്ടവരായി മാറേണ്ട ആളുകൾ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിനെ ആ നിലയിൽ നമ്മൾ ലോകത്തിന് മുഴുവൻ എത്തിക്കുന്നവരായി മാറണം. तो दीन जो है वो अमानत है, हमारी मिल्कियत नहीं है. ये सारे आलम के इंसानों की अमानत है. खैर वालों को भी अमानत नहीं और हिंदुस्तान वालों को भी नहीं. मशरिक में जितनी आबादी है उनकी भी अमानत है और मगरिब में जितनी आबादी है सारे आलम के इंसानों की अमानत है. ദീൻ എന്ന് പറയുന്നത് ഇതൊരു അമാനത്താണ്. ഒരു സൂക്ഷിപ്പ് മുതൽ പോലെ നമുക്ക് നൽകപ്പെടുന്നതാണ്. നമ്മുടെ മിൽക്കിയത്തല്ല, നമ്മുടെ സ്വന്തം ഉടമസ്ഥാവകാശമുള്ള ഒരു സാധനമല്ല ദീൻ എന്ന് പറയുന്നത്. ഈ അമാനത്ത് ആരുടേതാണ്? ആരുടെ അമാനത്താണ് നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നത്? മുഴുവൻ ലോകത്തിലെ മനുഷ്യരുടെയും അമാനത്ത് നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുക. ഈ അമാനത്തിനെ ആ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കൽ, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ഏൽപ്പിച്ചു തന്ന ഈ സൂക്ഷിപ്പ് മുതൽ ഈ അമാനത്തിനെ നമ്മൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നവരായി മാറണം. माल भी तुम्हारा और जान भी तुम्हारी. यानी माल उम्मत का और जान तुम्हारा. ऐसे नहीं, माल भी तुम्हारा और जान भी तुम्हारी. കേരളക്കാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങൾക്ക് ലോകത്തിന്റെ മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടി ശരീരവും നിങ്ങളുടേത്, സമ്പത്തും നിങ്ങളുടെ തന്നെയാണ്. സമ്പത്ത് ഉമ്മത്തിൻ്റെത്, ശരീരം നമ്മളുടേത്. അങ്ങനെയല്ല, ശരീരവും നമ്മളുടേത്, സമ്പത്തും നമ്മളുടേത്. तो खुलासा ये हुआ कि बेदीनी क्यों आई है? ये सारे आलम में बेदीनी क्यों हो रही? जो खेल के राजन, जो दुनिया में खेल हो रहे, जो उससे क्या फैला? बेदीनी लड़कियों की टीम है और मर्दों की टीम है और सिख और एडी की है, फ्रांस की है, वहां की है, वहां की. हजारों तो खेलने वाले हैं और लाखों देखने वाले हैं. हजारों तो खेलने वाले होंगे और हजारों देखने वाले होंगे. इसे क्या फैलेगा? हमको तो ये कहा था वकार नाफी बुयूतिकुन्ना, देखो अपने घरों में बैठो. हमारे माओ को यह हुक्म हुआ था वकार नाफी बुयूतिकुन्ना. अगर निकलो तो तना मत निकलो. निकलने की इजाजत थी लेकिन अकेले ही नहीं कि भाई अकेले जाओ. कितनी बेदीनी फैलेगी और नाम के लिए, पैसों के लिए. औरतें भी और मर्द भी. और कितनी दुनिया में सिनेमा है, तो इसे क्या फैलेगा? इसे बेदीनी. और कितने रिसाले निकलते हैं. ये तो
दीनी रिसाले होते हैं और एक दुनियावी रिसाले भी होते हैं। उससे क्या फैलेगी? बेदीनी। अगर रिसालों से दीन फैलता तो कुरान से फैल जाता, लेकिन कुरान को बताने के लिए हुजूर सल्लल्लाहु अलैहि वसल्लम तशरीफ लाए। ദീനില്ലായ്മ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ദീനില്ലായ്മ ഉണ്ടാകുന്നത് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നതിന് പകരം മനുഷ്യന്റെ കഴിവുകൾ, സമയം, സമ്പത്ത് അതല്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിക്കപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ കളികൾക്ക് വേണ്ടി വലിയ സമയം ചെലവഴിക്കപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് പേര് കളിക്കുന്നുണ്ടാവും, ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നവരാണ്. പക്ഷെ ഈ കളികൾക്ക് വേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുന്നുണ്ട്. എന്താ പ്രയോജനം? ദീനിന് അകൽച്ചയോ അശ്രദ്ധയല്ലാതെ അതുകൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നില്ല. സ്ത്രീകളുണ്ട് കളിക്കുന്നവരിൽ. അതേസമയത്ത് അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ വഖർന ഫീ ബുയൂതികുന്ന എന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. വീടുകളിലാണ് അവർ കഴിയേണ്ടത്. അവർക്ക് പുറപ്പെടാൻ അനുവാദമുണ്ട്, പക്ഷെ ഒറ്റക്കല്ല. ഉത്തരവാദപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോകാൻ അനുവാദമുണ്ട്. പക്ഷെ എന്താ നടക്കുന്നത്? ഈ കളികളുടെ പേരിൽ ദീനില്ലായ്മയാണ് ഉണ്ടാകുന്നത്. അതേപോലെ മറ്റൊന്നെന്താണ്? അഭിനയങ്ങളാണ്. ആ അഭിനയങ്ങൾ കാണിക്കപ്പെടുമ്പം അത് മനുഷ്യനെ ദീനിൽ നിന്ന് അകറ്റിക്കളിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അസ്ബാബുകൾ, ഈ കാരണങ്ങളിലൂടെ ഹക്കിന്റെ കാര്യങ്ങളല്ല, മറിച്ച് ദീനല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വഴികളിലൂടെ തന്നെ ദീൻ ഉണ്ടാക്കാൻ നോക്കിയാലോ അതും പൂർത്തിയാവില്ല. അഥവാ മനുഷ്യന്റെ പരിശ്രമം ഇല്ലാതെ വസ്തുക്കളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപകരണങ്ങളിലൂടെയൊക്കെയാണ് ദീൻ പരക്കേണ്ടതെങ്കിൽ ഖുർആൻ തന്നെ മതിയായിരുന്നു. ഖുർആൻ എഴുതപ്പെട്ട് അത് എത്തിച്ചു കൊടുത്താൽ മതി. പക്ഷെ അതും മതിയാകുന്നില്ല. അല്ലാഹു തആല അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു തന്നു. തങ്ങളിൽ കൂടിയാണ് അല്ലാഹു തആല നമ്മൾക്ക് ഖുർആൻ എത്തിച്ചു തരുന്നത്. അപ്പൊ ദീനിന്റെ പിന്നിൽ ഒരു വലിയ പരിശ്രമമുണ്ട് മനുഷ്യന്റെ. അവന്റെ ശരീരവും അവന്റെ സമ്പത്തും അർപ്പണം ചെയ്തുകൊണ്ടുള്ള വലിയൊരു പരിശ്രമം. ആ പരിശ്രമത്തിലൂടെയാണ് ദീൻ ലോകത്തുണ്ടായിത്തീരുക. और आखिर तो बातिल तो ये चाहता है कि इंसानों में बेदीनी आ जाए। दीन की हयात बातिल की मौत है। ബാത്തിൽ ഉദ്ദേശിക്കുന്നത് ദീനില്ലായ്മ മനുഷ്യ സമൂഹങ്ങളിൽ ഉണ്ടായിത്തീരണമെന്നാണ്. കാരണം ദീനിന്റെ ഹയാത്ത്, ദീൻ അത് ജീവിച്ചു വരുന്നത് ബാത്തിലിന്റെ മരണമാണ്. इसे जो दुनिया के बातिल है वो इस सोच में लगा कि इंसानों को बेदीन कैसे बनाओ। അതുകൊണ്ട് ദുനിയാവിന്റെ ബാത്തിലെ ആളുകൾ അവര് ചിന്തിക്കുന്നത് എങ്ങനെ ദുനിയാവിലെ മനുഷ്യരെ ദീനില്ലാത്തവരാക്കാം എന്നാണ്. तो आखिर मसला क्या आया भाई? फिर मोबाइल आ गए। अब मौलवी के हाथ में मोबाइल और मैंने कहा तो और मौलवी के हाथ में मोबाइल और सदर मुदर्रिस के हाथ में मोबाइल। बहुत सारे किस्म के मोबाइल हो गए, तो इससे क्या फैलेगा? मैं नहीं कहता कि ना जाए थे, लेकिन होगा क्या? तो मोबाइल आ गए, उसमें अब जवान लड़कों के हाथ में मोबाइल, तो वो तो ये तस्वीर कर रहा है बातिल बहुत होशियार। हजरत ये फरमाते थे बातिल बहुत होशियार है और हम बहुत बेवकूफ है। बात ये सोच रहा कि मुसलमानों में बेदीनी कैसे आए, कि मुसलमानों में दीन आएगा तो मुसलमान गालिब आ जाएंगे। मुसलमानों में दीन आएगा तो मुसलमान गालिब आ जाएंगे, इन्हें सुला दो। अगर जाग जाएंगे तो हमारी मौत है। तो सोच सोच कर ऐसी चालें चल रहे हैं कि भाई मुसलमानों में बेदीनी आ जाए, क्योंकि बातिल तो मुर्दा है, बातिल की कोई हैसियत नहीं है। अंधेरा है। एक दफा लखनऊ में इज्तिमा हुआ, मौलाना अली मियां साहब रहमतुल्लाह ने बयान फरमाया, तो हज़रत जी रहमतुल्लाह ने फरमाया भाई तुमने तो अंधेरे को अंधेरा बताया कि ये हो रहा, ये हो रहा, ये इस अंधेरे को दूर करने की शक्ल क्या है?
भाई क्या है, अगर अंधेरा हो तो क्या करोगे? रोशनी को ढूंढोगे नहीं, ढूंढ कर माचिस होती, माचिस उसे देखो और एक मोमबत्ती देखो, उससे अंधेरा खत्म हो जाएगा नहीं? जब हक आएगा तो दुनिया का अंधेरा खत्म हो जाएगा. ഇന്ന് മൊബൈലുകൾ വന്നിരിക്കുകയാണ്. അതിലൂടെ ധാരാളം തെറ്റായ കാര്യങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട്. മൊബൈല് ജായിസല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലൂടെ വരുന്ന പല കാര്യങ്ങളും മനുഷ്യനെ ദീനില്ലായ്മയിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് മൊബൈല് ആലിമീങ്ങളുടെ കയ്യിലും സദർ മുദരിസിന്റെ കയ്യിലും ചെറുപ്പക്കാരായ യുവാക്കളുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ബാത്തില് അവര് ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഹദ്രജി പറയുമായിരുന്നു, അവര് ഭയങ്കര ബുദ്ധിയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മളെ ബുദ്ധി ഉപയോഗിക്കാതെ തളർന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഹക്കിന്റെ ആളുകളാണ് ബലഹീനത കാണിക്കുന്നത്. അപ്പൊ അവരവരുടെ കാര്യങ്ങളിൽ വിജയിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മൊബൈലിലൂടെ മനുഷ്യനെ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന ധാരാളം കാര്യങ്ങൾ മനുഷ്യന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നു അതിനെ എല്ലാവരുടെ കയ്യിലും എത്തിച്ചിരിക്കുകയാണ്. പക്ഷെ ബാത്തിലിന് ശക്തിയില്ല. ബാത്തിൽ എന്ന് പറയുന്നത് അത് ശവമാണ്. ബാത്തിലിന് ശക്തിയില്ല. പക്ഷെ ഹക്കിന്റെ ആളുകൾ ബലഹീനമാകുമ്പോഴാണ് ബാത്തിൽ ഉണ്ടാകുന്നത്. വെളിച്ചം പോകുമ്പോൾ ഇരുട്ടുണ്ടാകുന്ന പോലെയാണ്. ഒരു പ്രാവശ്യം ലക്നൌവിലെ ഇജ്തിമായില് മൗലാന അലി മിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സംസാരിക്കായിരുന്നു. വിശദമായി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്രജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇരുട്ടിനെ ഇരുട്ടായി സ്ഥാപിച്ചു, പക്ഷെ ഇതിന്റെ പരിഹാരം എന്താണ്? ഇത് മാറ്റാനുള്ള ശക്കൽ, അതിന്റെ വഴി എന്താണ്? അതിന്റെ രൂപം എന്താണ്? അപ്പൊ ഇരുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിനെ മാറ്റാനുള്ള വഴി എന്ന് പറയുന്നത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കുക, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയെങ്കിലും കത്തിക്കുക. ആ തീപ്പെട്ടിയുടെ വെളിച്ചത്തിൽ നിന്ന് ആ ഇരുൾ ഇല്ലാതാവും. ഇതാണ് ആ ഇരുട്ടിനെ ഇല്ലാതാക്കാനുള്ള വഴി. അപ്പൊ ബാത്തിൽ ശവം പോലെയാണ്, ബലഹീനമാണ്. പക്ഷെ അതിന് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഹക്കിന്റെ ആളുകൾ ഹക്കിന്റെ പരിശ്രമം ചെയ്യണം. നമ്മൾ ഹക്കിന്റെ പരിശ്രമം ചെയ്യുമ്പോൾ ബാത്തിൽ അതിൽ കൂടി ഇല്ലാതായി മാറും. खुलासा ये हुआ कि हमको अपनी जिम्मेदारी को कि भाई हम मुसलमान हैं, हम हुजूर सल्लल्लाहु अलैहि वसल्लम के ताबेदार हैं, हम पर अल्लाह ने कुरान भेजा है, तो एक जिम्मेदारी तो ये है, औरत हो मर्द हो, ये नहीं कि मर्द जवान हो, बूढ़े हो, शहरी हो, देहाती हो, किसी कोने में रहते हो, किसी इलाके में रहते हो, हर एक मुसलमान औरत की या मर्द की जिम्मेदारी यह है कि वो समझे कि मैं इस दीन के सीखने की और दीन को फैलाने की जिम्मेदार हूं. നമ്മൾ ഓരോരുത്തരും ചുരുക്കത്തിൽ ഈമാൻ നൽകപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനത്ത് നൽകപ്പെട്ടവരാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. തങ്ങളുടെ പരിശ്രമത്തെ അതേപോലെ സ്നേഹിക്കുന്നവരാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും വൃദ്ധന്മാരായിരുന്നാലും ഗ്രാമീണനായിരുന്നാലും പട്ടണവാസികളായിരുന്നാലും ഈ ഉമ്മത്തിൽ ആര് എവിടെയായിരുന്നാലും അവരെല്ലാവരും സ്വന്തം ഉത്തരവാദിത്തമായി മനസ്സിലാക്കേണ്ടത് ദീനിനെ പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ആ ദീനിനെ നമ്മൾ എത്തിക്കാൻ വേണ്ടി, അതിനെ ലോകത്ത് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ചെയ്യുക. मदरसे वाले हैं भाई, वो मदरसा पढ़ाओ, लेकिन ये सोचो कि मैं खाली मदरसे का जिम्मेदार नहीं हूँ, मैं सारे आलम का जिम्मेदार हूँ. മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവരവരുടെ മദ്രസയുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി അതിനെ പൂർത്തീകരിക്കണം. പക്ഷെ ഞാനൊരു മദ്രസയുടെ മാത്രം ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് വിചാരിക്കരുത്, മറിച്ച് ഞാനും ലോകത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ള ഒരാളാണെന്ന് അദ്ദേഹം ചിന്തിക്കണം. इंजीनियर बन रहा है वह करो, लेकिन इंजीनियर तुम्हारा मकसद नहीं है, दीन को सीखना और फैलाना यह है तुम्हारा मकसद. ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളാണ്, അയാളുടെ ലക്ഷ്യം എഞ്ചിനീയറിംഗ് അല്ല, അയാളുടെ ജീവിതത്തിലെ ലക്ഷ്യം ദീൻ പഠിക്കലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കലുമാണ്. तो बल्कि मन रहा मन को मुनकरन फलयुगय्यिरहु बियदिही, जब वो किसी बुराई को होता हुआ देखे उसके लिए जिम्मे है कि उसको दूर करने की कोशिश करे. मन रहा मिनकुम मुनकरन फलयुगय्यिरहु बियदिही, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതിനെ അവന്റെ കൈകൊണ്ട് മാറ്റിക്കളയട്ടെ. फरमाते थे एक तो भाई हमारा घर है, हम घर के मालिक के जाहिर के एतबार से, तो घर में दीन का होना वो तुम्हारी जिम्मेदारी है. അതിലൊരു ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ വീട്ടില്
നമ്മൾ വീട്ടിലെ ഉടമസ്ഥനെ പോലെയാണ്. വീട്ടിലെ ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ നമ്മുടെ സ്വന്തം വീട്ടിൽ ദീൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്. ये जिम्मेदारी खाने की जिम्मेदारी तो अल्लाह की है. और फिर समाज रिस्क मातू आतू आसमानों में तुम्हारी रोजी और रोजी के भाई हम कैसे करेंगे ऊपर, देखो आने की रोटी हम खुद पहुंचा देंगे. വീട്ടിന്റെ കാര്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. വാസ്തവത്തിൽ ഭക്ഷണം അതാരുടെ അടുക്കലാണ്? അള്ളാഹുവിന്റെ അടുക്കലാണ്. അതിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ അടുക്കലാണ്. വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, ആകാശത്തിലാണ് നിങ്ങളുടെ ഉപജീവനം, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും അവിടെയാണ്. പക്ഷെ നമ്മൾക്ക് ആകാശത്തിൽ കയറിപ്പോയിട്ട് ആ റിസ്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് ആ ഉപജീവനത്തിനെ അള്ളാഹു അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. समझ रही कि मेरी भी जिम्मेदारी है और जितनी मेरे रिश्तेदार बहनें वो भी उसकी भी जिम्मेदारी है और जितने मेरा खानदान वाला उनकी मेरी जिम्मेदारी. സ്വന്തം ഭാര്യ, മക്കൾ, അതോടൊപ്പം നമ്മുടെ സഹോദരിമാർ മുഴുവനും, നമ്മുടെ കുടുംബം, ബന്ധുമിത്രാദികൾ, അവരെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ളവരാണ്. नहीं कर सकते. कुरान में तो यह अनफुसकुम अहलीकुम नारा, खुद भी बचाओ, घर वालों को बचाओ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ശരീരങ്ങളെയും നരകത്തിൽ നിന്ന് കാക്കുക. വാൻവിർ അശീറത്തക്കൽ അക്രബീൻ, अपने रिश्तेदार को भी कहो. വാൻവിർ അശീറത്തക്കൽ അക്രബീൻ, തങ്ങളുടെ അടുത്ത കുടുംബക്കാരോട് പറയുക എന്ന് അവരെ ഉണർത്തുക എന്നും അറിയിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം की निस्बत में हम पर सारे आलम की जिम्मेदारी है. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ നമ്മൾക്ക് മുഴുവൻ ലോകത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. ये बैठने का काम नहीं है, ഇത് നമ്മൾ फिरने का काम है. ഇത് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, മറിച്ച് ഇത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. देखो पानी चलता रहता है तो सही रहता है और ना चले तो गंदा हो जाता है. അപ്പൊ നോക്കിയൊരു വെള്ളം അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധമായിരിക്കും. അത് എവിടെയെങ്കിലും കെട്ടി നിന്ന് പോയാൽ അത് ചീത്തയാവാൻ തുടങ്ങും. आपका क्या समझ में आया? जिम्मेदारी ये है कि हम ये समझें इस दीन को सीखने की और इसको फैलाने की औरत हो या मर्द हो सबकी जिम्मेदारी है. അപ്പൊ നമ്മൾ ഈ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, ദീൻ പഠിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ ദീനിനെ എത്തിച്ചു കൊടുക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. एक साहबी मदीने शरीफ से मुल्क शाम गए. उन लोगों को दरवाजा खटखटाया तो उन्होंने खिड़की से देखा. सलाम वालेकुम. भाई वालेकुम. भाई आओ. उतरना नहीं. वहीं से मुझे मालूम है कि एक हदीस है तुम्हारे पास, उसको मालूम करने के लिए आया हूं. जब दीन का शौक होगा तो आदमी मशक्कत उठाकर खुद दीन को सीखेगा. പുണ്യമായ മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഷാമിലേക്ക്. അങ്ങനെ യാത്ര ചെയ്ത് ഷാമിലെത്തി. അദ്ദേഹം ഉദ്ദേശിച്ച ആളെ കാണാൻ വേണ്ടി ആ വീട്ടിലെ വാതിലിൽ മുട്ടി. അപ്പൊ മുകളിലെ ജനൽ തുറന്ന് അയാൾ നോക്കി. അപ്പൊ അയാള് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ വീട്ടിലേക്ക് ക്ഷണിച്ച് പറഞ്ഞു, വീട്ടിലേക്ക് ക്ഷണിക്കാനോ ഇറങ്ങാനോ ഞാൻ വന്നതല്ല, നിങ്ങളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടതിന്റെ പേരിൽ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്ത് നിങ്ങളുടെ അടുക്കൽ വന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദീനം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും വലിയ യാത്ര ചെയ്തു പോകാൻ പോലും മനുഷ്യൻ തയ്യാറാവും. अच्छा मैं आ रहा हूं पर आओ नहीं, वहीं से बता दो. हो सकता है कि मैं मर जाऊं और हो सकता है कि तुम मर जाओ, या तो मैं मर जाऊंगा तो मैं बगैर हदीस के जाऊंगा और या तुम मर जाओ. मुझे यहीं से बता दो. वहीं से बताया. सलाम वालेकुम. हम जा रहे हैं. हमने मदीना शरीफ इसे नहीं छोड़ा, हम तो दीन के लिए छोड़ा था. तो भाई जिसको तरफ होगी उम्मत में दीन की तरफ पैदा. हमारा इस वक्त में नुकसान क्या है? नुकसान ये हुआ कि हमारे दीन की सच्ची तरफ नहीं रही.
നിങ്ങളെടുക്കൽ നിന്ന് ഹദീസ് പഠിക്കാനാണ് ഞാൻ വന്നത് എന്ന് കേട്ടപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ശരി നിങ്ങൾ നിൽക്കി, ഞാൻ താഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞു തന്നാൽ മതി. കാരണം ചിലപ്പോൾ നിങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോഴേക്ക് ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും, പിന്നെ എനിക്ക് ഹദീസ് കേൾക്കാൻ കഴിയില്ല, ചിക്കൽ നിങ്ങളുടെ മരണം ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കാം, എന്നാലും ഹദീസ് എനിക്ക് കിട്ടാതെ ആയി പോകും, അവിടെ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം അസ്സലാമു അലൈക്കും തിരിച്ച് മദീനയിലേക്ക് യാത്ര പുറപ്പെടുക. ഞാൻ മദീന വിട്ടത് എന്തിനാണ്? ദീൻ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ മദീന വിട്ടു വന്നിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ വിഷയം. ഇന്ന് നമ്മളുടെ വിഷയം എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിൽ ദീൻ പഠിക്കാനുള്ള യഥാർത്ഥമായ തേട്ടം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. जो बुराई को होते हुए जाएगा उसे रोकने की कोशिश करो. अब तो आने में हिम्मत नहीं है, वरना मेरी सती फबलिसानी ही तो जुबान से कहो. एक वक्त वो आएगा कि दुनिया में से दीन खत्म हो जाएगा. उस वक्त और लोग सड़कों पर जिना करेंगे. उस वक्त ये कहे, जो कोई ये कहेगा भाई एक तरफ हो जाओ, उस जमाने का वो तब होगा. दीन का कहना भी एक हिकमत है. पहले मेरी सती फबिकल भी, अगर जुबान से नहीं कह सकते और ताकत से तुम्हारे पास है नहीं तो उसको दिल में बुरा समझो. फरमाया अगर ये ना इतना भी ना करोगे तो इसके अलावा ईमान का कोई दर्जा नहीं. ഒരു തെറ്റ് കണ്ടാൽ അത് കൈകൊണ്ട് തടയണം, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ നാവ് കൊണ്ട് തിരുത്തണം. ഈ ദീൻ നഷ്ടപ്പെട്ട് ഏതൊരവസ്ഥ വരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു എന്ന് വെച്ചാൽ ജനങ്ങൾ പരസ്യമായി വഴികളിൽ വ്യഭിചരിക്കുന്ന അവസ്ഥയുണ്ടാവും. ആ സമയത്ത് ആ വ്യഭിചരിക്കുന്ന ആളുകളോട് നിങ്ങൾ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ആൾ ആ കാലഘട്ടത്തിലെ കുത്തുബായിരിക്കും, ആ കാലഘട്ടത്തിലെ ഏറ്റവും ഈമാനുള്ള ആളായിരിക്കും. അതായിരിക്കും അവസ്ഥ. അപ്പൊ ദീനിന്റെ കാര്യങ്ങളിൽ തെറ്റ് തടയുന്നതിനും അതിന്റെ ഹിക്മത്തുകളുണ്ട്, അതിന്റെ വഴികളുണ്ട്. ഇനി നാവ് കൊണ്ട് അതിനെ തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന പടി ഈമാനിൻ്റെത് ഹൃദയം കൊണ്ട് നമ്മൾ അതിനെ വെറുക്കലാണ്. അതിന്റെ താഴെ ഒരു താഴ്ന്ന പടി ഈമാനിനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിവായത്തിൽ വരുന്നുണ്ട്. तो क्या हुआ फिर? हर आदमी, औरत हो या मर्द हो, जवान हो या बूढ़ा हो, शहरी हो या देहाती हो, उसकी पहली जिम्मेदारी है कि दीन पर चले और दीन को फैलाने की कोशिश करे. അതുകൊണ്ട് ചുരുക്കത്തിൽ ഓരോ ഉമ്മത്തിയുടെയും, പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, യുവാവായിരുന്നാലും ശരി, വൃദ്ധനായിരുന്നാലും ശരി, ഗ്രാമീണനാണെങ്കിലും ശരി, പട്ടണവാസിയാണെങ്കിലും ശരി, അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ദീനിനെ പഠിക്കുക, ആ ദീനിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്യും. और जब हम दीन का काम करेंगे, भाई आप खाएंगे कैसे, कहाँ से, भाई खाएंगे कहाँ से? तो फरमाते जिसका काम करोगे वो रोजी देगा. किसी के द्वारा नौकर है तुम्हारे उस तनख्वाह देता है. कोई मजदूर खेती काटता है तो खेती काटने वालों को जब तुम अल्लाह के लिए दीन का काम करोगे तो अल्लाह ताला आपकी कुदरत से तुमको रोजी देगा. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശ്രമം ചെയ്താൽ നമ്മൾ എവിടുന്ന് കഴിക്കും ഭക്ഷണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ദുനിയാവിൽ തന്നെ കാണുന്ന ഒരു നിയമമാണ്, ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ജോലിക്കാരന് ശമ്പളം കൊടുക്കുന്നതിന് പുറമെ ഭക്ഷണം കൊടുക്കുന്നു ആ വീട്ടുകാരൻ, അയാൾ ജോലി ചെയ്യുന്നതിന്റെ പേരിൽ. ദുനിയാവിൽ തന്നെ കാണുന്ന നിയമമാണ്. അഥവാ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ജോലി ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹു തആല തന്നെ നമുക്ക് ഉപജീവനം നൽകും, അതിന്റെ പ്രതിഫലവും അള്ളാഹു തആല നമുക്ക് നൽകും. तो हमारे अंदर जो बेदीनी आई वो हमारे बैठने की वजह से है. जब हम फिरते थे तो दीन फैल रहा था, और जब हम बैठ गए तो दीन मोटा हो गया. इससे अलावा इससे कम ईमान है ही नहीं. अगर जुबान से भी नहीं कह सकते और दिल में तो बस अब ये समझाना है, ये समझना है. अल्लाह हमें सही समझने की तौफीक अता फरमाए. ഇന്ന് ദീനില്ലായ്മയുടെ ഒരു കാരണം എന്താണ്? നമ്മൾ ദീനിന്റെ കാര്യങ്ങളിൽ നമ്മൾ അള്ളിപ്പിടിച്ച് ഇരുന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മൾ ദീനിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു, യാത്ര ചെയ്തിരുന്നു, എത്തിച്ചു കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നവരായിപ്പോയി.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പുറപ്പെടുന്നവരും പരിശ്രമിക്കുന്നവരാണ്. നാവ് കൊണ്ട് തിരുത്താൻ കഴിയാന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുക എന്ന് പറയുന്നത് അത് ഈമാന്റെ ഏറ്റവും അവസാനത്തെ പടിയാണ് എന്ന് നമ്മൾ അറിയിച്ചിരിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ തിന്മകളോടുള്ള വെറുപ്പുകൾ ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ അത് വെറുപ്പായി മാറണം. അതിന് നമ്മൾ ഇത് ഈമാന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എന്ന് നമ്മൾ അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن تنصروا الله ينصركم या अल्लाज़ीना आमनू इन तंसुरुल्लाह यंसुरकुम, ऐ ईमान वालों अगर तुम अल्लाह का काम करोगे तो अल्लाह ताला तुम्हारी मदद करेगा. औज़ु बिल्लाहि मिनश शैतानिर रजीम या अय्युहल्लज़ीना आमनू इन तंसुरुल्लाह യൻസുറുക്കും. അല്ലാഹു തആല അറിയിക്കുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ ദീന്റെ പരിശ്രമം ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. तो क्या यही का पहले मदद करूंगा, पहले काम करो फिर तनख्वाह मिलेगी. ആദ്യം ശമ്പളം പിന്നെ ജോലി ചെയ്യാമെന്ന് ആരും പറയാറില്ല. ആദ്യം ജോലി പിന്നെയാണ് ശമ്പളം. അതുകൊണ്ട് ആദ്യം നമ്മൾ ദീന്റെ പരിശ്രമം ചെയ്യണം, പിന്നെയാണ് അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. दुश्मनों के मुकाबले में तुम्हारे कदमों को जमा दूंगा. അഖ്ദാമക്കും, ശത്രുക്കൾക്കെതിരിൽ അല്ലാഹു തആല നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. दीनी के अंदर दीन पर चलने के अंदर तुम्हें ताकत दूंगा. അല്ലാഹു തആല ദീനില്ലായ്മയുടെ ചുറ്റുപാടുകളിൽ ദീനിൽ ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള ശക്തി നമുക്ക് പകർന്നു തരും. लोग दुनिया को बड़ा बताएंगे, तुम दीन को बड़ा बताओ. ലോകത്തിലെ ജനങ്ങൾ ദുനിയാവിനെ വലുതായിട്ട് പറയും, നിങ്ങൾ ദീനിനെ വലുതായിട്ട് പറയണം. तो मतलब ये हुआ कि अल्लाह के पास तो बहुत है और अल्लाह ही के पास है, किसी के पास नहीं. वही मिन शैइन इल्ला इंदना खज़ाइनुहु, हर चीज के खजाने, इज्जत के, बरकत के, रहम के, सकीना के, वकार के और दुश्मनों के नजर से बचाने के. और एक जगह फरमा वल्लज़ीन जाहदू फ़ीना लनहदीनहुम सुबुलना, जो हमारे दीन के लिए मेहनत करते हैं हम उनके रास्ते खोलेंगे. അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്, വമാ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനുഹു, ഒരു വസ്തുവുമില്ല, ഒരു ചെറിയ സാധനം പോലും ഇല്ല, അതിന്റെ ഖജനാവുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഇല്ലാത്ത നിലയിൽ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖജനാവുകൾ നിറഞ്ഞു കിടക്കുന്നതാണ്. ഉപജീവനത്തിന്റെ, സഹായത്തിന്റെ, ശത്രുക്കളുടെ അപകട ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ, ഇങ്ങനെ അല്ലാഹുവിന്റെ ഖജനാവുകൾ എല്ലാം കൊണ്ട് നിറഞ്ഞു കിടക്കാൻ അല്ലാഹുവിന്റെ സഹായം നമ്മൾക്ക് കിട്ടും. അല്ലാഹുവിന്റെ ദീന്റെ പരിശ്രമം നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല അറിയിക്കേണ്ടായി, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, ആര് നമ്മുടെ മാർഗത്തിൽ നമ്മിലേക്ക് അല്ലാഹുവിലേക്ക് മുജാഹദ ചെയ്യുന്നു, ത്യാഗത്തോടുകൂടി പരിശ്രമിക്കാൻ തയ്യാറാകുന്നു, അല്ലാഹു തആല അവർക്ക് അവരുടെ ഹിദായത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യും. तो राहतों में दीन नहीं आता, ये मशक्कतों में दीन आता है. സൗകര്യങ്ങളിൽ റാഹത്തിലല്ല ദീൻ ഉണ്ടാകുന്നത്, മറിച്ച് മശക്കത്തുകളിൽ, കഷ്ടപ്പാടുകളുടെ ഇടയിലാണ് ദീൻ ഉണ്ടായിത്തീരുന്നത്. तो बात समझ में आई आप लोगों के? പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? मैं कह रहा हूँ कि आप केरला वाले हो, आपके ऊपर बहुत जिम्मेदारी है. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കേരളക്കാരാണ്, നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം. तुम्हारे इलाके में दीन पहले आया, നിങ്ങളുടെ നാടുകളിലാണ് ദീൻ ആദ്യമായിട്ട് വന്നത്. और तुम्हारी माशाल्लाह आदत भी फिरने की बैठने की नहीं है. നിങ്ങളുടെ ശീലമാണ് യാത്ര ചെയ്യാന്നുള്ളത്. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ശീലമുള്ളവരല്ല നിങ്ങൾ. कितने लोग जद्दे में हैं, कितने लोग मक्के शरीफ में हैं, कितने लोग मदीने में हैं और कितने वादियों के अंदर हैं. हर शहर के अंदर तुम हो. ജിദ്ദയിലെ, പുണ്യമായ മക്കയിലെ, മദീനയിലെ, അതേപോലെ അറബികൾ താമസിക്കുന്ന എല്ലാ നാടുകളിലൊക്കെ നിങ്ങളുടെ ആൾക്കാർ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. अरबों की जितनी रियासत है उन सब में तुम हो. അറബികളുടെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. और अमेरिका में और बरतानिया में हर जगह तुम हो. അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട് നിങ്ങളുടെ ആളുകൾ. अगर तुम खड़े हो गए तो इंशाल्लाह सारे मुल्कों में काम हो जाएगा. നിങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ മുഴുവൻ ലോക രാജ്യങ്ങളിലും അല്ലാഹുവിന്റെ ദീന്റെ പരിശ്രമം ഉണ്ടാവും. बैठने की वजह तो हम भी बेदीन हो गए,
बैठने की वजह हम भी बेदीन हो गए. നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇരുന്നു പോയതിന്റെ പേരിൽ നമ്മളിലും ദീൻ കുറഞ്ഞിരിക്കുകയാണ്. अल्लाह ताला हमें सही समझ अता फरमाकर सही दीन की खिदमत करने की तौफीक अता फरमाए. അല്ലാഹു തആല ശരിയായ കാര്യങ്ങളുടെ ഉൾക്കൊള്ളാനുള്ള ആ തൗഫീക്ക് നമുക്ക് നൽകുകയും ശരിയായ നിലയിൽ ദീനു വേണ്ടി പരിശ്രമിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹ് നശഹദുല്ലാഹി ലാ ഇലാഹ എല്ലാവരും അടുത്ത് തന്നെ ഇരിക്കും. മൗലാന പോയി കഴിഞ്ഞിട്ട് ചിലത് അറിയിക്കാൻ.